മഹാനായ ഉഖ്ബത്ത് ഇബ്നു നാഫിഅ അദ്ദേഹം പസഫിക് സമുദ്രത്തിന്റെ അരികിലേക്ക് വന്ന് പറയുന്ന ചരിത്രത്തിലെ ചില വാക്കുകളുണ്ട്. ആർത്തലച്ചുയരുന്ന പസഫിക് സമുദ്രത്തിന്റെ മുന്നിൽ തന്റെ കുതിരപ്പടയാളികളുമായി അദ്ദേഹം വന്നെത്തിയിട്ട് പറയുന്നത്, കടലെ, നിനക്കപ്പുറത്തൊരു നാടുണ്ടായിരുന്നുവെങ്കിൽ, നിന്നെ ഭേദിച്ചുകൊണ്ട് ആ നാട്ടിലേക്ക് എത്തുവാനുള്ള സാഹചര്യമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇസ്ലാമിന്റെ സന്ദേശവുമായി ഞാൻ അവിടേക്ക് എത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ അന്ന് കടലിനെ ഭേദിക്കുവാനുള്ള സാമഗ്രികളില്ല. അതേ രൂപത്തിൽ തന്നെ പസഫിക് സമുദ്രത്തിനപ്പുറത്ത് മറ്റൊരു നാടുണ്ട് എന്ന തിരിച്ചറിവില്ല. അങ്ങനെ തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അവരെത്തിപ്പെടുമായിരുന്നു. ഇന്ന് മക്ക മുഴുവൻ നോക്കിയാലും 2000-ൽ താഴെ സ്വഹാബാക്കളുടെ ഖബറെ നമ്മൾ കാണും. മദീനയിൽ 10,000-ൽ താഴെ സ്വഹാബാക്കളുടെ ഖബറുകളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ വജിലത്തു മിൻഹൽ ഖുലൂബ് വദറഫത്തു മിൻഹൽ ഉയൂൻ, ഹൃദയങ്ങൾ കിടുകിടാ വിറച്ച് കണ്ണുകൾ ഇറനണിയിച്ചുകൊണ്ട് 1,40,000-ഓളം സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. 1,40,000-ഓളം സ്വഹാബാക്കൾ. എന്നാൽ അതിൽ 10,000-ൽ താഴെ സ്വഹാബാക്കളുടെ ഖബറുകൾ മാത്രമേ മക്കയിലും മദീനയിലുമായി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ബാക്കി വരുന്ന സ്വഹാബാക്കളുടെ ഖബറുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, മക്കയിലുള്ളതിനേക്കാൾ നല്ല താമസ സൗകര്യം ഉണ്ടായപ്പോ നാട് വിട്ടുപോയതല്ല. പ്രകൃതിക്ഷോഭം വന്നപ്പോ മക്കയിൽ നിന്ന് നാട് വിട്ടുപോയതല്ല. അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരായത്താണ് നിങ്ങൾ കേട്ടതെങ്കിൽ ഇതറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇവിടെ സാക്ഷിയുള്ളവർ സാക്ഷിയില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. വല്യു അന്നി വലൗ ആയ, ഒരായത്തിനെ പറ്റിയാണ് നിങ്ങൾക്ക് ബസീറത്തുള്ളത് എങ്കിൽ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ എവിടേക്കാണ് ഒട്ടകങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത് അവിടേക്ക് സഹാബാക്കൾ യാത്ര തിരിച്ചു. ആഫ്രിക്കയിലേക്ക് സഹാബാക്കൾ പോയി. നമ്മൾ ആലോചിക്കണം, അറബി ഭാഷ എന്താണെന്ന് അറിയാത്ത നാടാണ് ആഫ്രിക്ക. അവിടേക്ക് സഹാബാക്കൾ ചെന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തി ആ നാടിന്റെ മാതൃഭാഷമാക്കി അറബിയാക്കി അവർ തിരിച്ചു വന്നു. അതാണ് സഹാബാക്കളുടെ ജീവിതം. അവര് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം മാറ്റി.